അവക്കൊരു ഫോട്ടോ കൊടുക്കാറ്റി എന്തൊരു ഒരു ഫോട്ടോ കൊടുക്കല്ലേ അവളോട് ഞാൻ പറഞ്ഞാലും അവള് കേക്കില്ല. അവളാരിക്ക് വെളിയിലാക്കണം. അവള് ആരിക്ക പെണ്ണാണ്. അവളെ അമ്മ ഇന്ന് വന്നിട്ട് നാളെ രാവിലെ അങ്ങ് പോവും. എന്തിന് എവിടെ ഇയാള് തന്നെ കാണിക്കണേ? അവക്കൊരു ഫോട്ടോ കൊടുക്കല്ലേ. ഫോട്ടോ കൊടുത്താ കണ്ടൂടെ? അവള് ഞാൻ എന്തേലും പറഞ്ഞാലും അവള് കേക്കില്ല. അവള് കേക്കില്ല. അനുഭവം തല്ല. അവള് കേക്കില്ല. അവളെ അമ്മ അവരിൽ നിന്ന് വന്നെങ്കിൽ നാളെ രാവിലെ അവര് വെങ്ങും. വന്നിട്ട് അവളെ എന്തെയും ഇവള് വായി നോക്കിക്കൊണ്ടിരിക്കൂ. ഇവക്ക് ഞാൻ പറഞ്ഞ ഒന്ന് കേക്കില്ല, ഒന്ന് വായ വയ്ക്കില്ല. പിന്നെ വേണ്ട. നമ്മളെ എന്തിനു പറഞ്ഞാല് അവള് കേക്കില്ല. ഒരു ഫോട്ടോ വയ്ക്കാല് അവളവിടെ പറഞ്ഞ അവള് കേക്കില്ല. പിന്നെ അവളോട് എന്തിനീ പറയണേ? അവളോട് ഞാൻ പറഞ്ഞ ഒന്ന് കേക്കില്ല. എന്റെ വക്ക വലിയ ഒന്ന് കേക്കണോളല്ല. എത്ര ദിവസമായി ഫോട്ടോ കൊടുത്തിട്ട്? ഇത്രയും ദിവസമായിരിക്കും ഫോട്ടോ കൊടുത്ത. എത്ര ദിവസമായി? എത്ര ദിവസമായി വീഡിയോ എടുത്തിട്ട്? എവിടെ ഒന്നും കേക്കില്ല. കേക്കണ്ട. ഒന്നര ദിവസമല്ലേ ആയത്. എത്ര ദിവസമായി എവിടെ ഈ വീഡിയോ എടുത്തിട്ട്? എത്ര ദിവസമായി? ഇത്രയും ദിവസമാണെങ്കിൽ അവള് കേക്കില്ല. അവള് കേക്കില്ലെങ്കിൽ കേക്കണ്ട. എല്ലാവർക്കും കാണണം. നാട്ടുകാർക്ക് കാണണം, എല്ലാവർക്കും കാണണം. എവള് കാണിക്കല്ല, എവിടെ ചെയ്യില്ല. എവക്ക് ഒരു മൂച്ചുമുറയുണ്ട്. ആ ചെറുക്കാനാണ് രണ്ടാമത് പയ്യത്. അത്യം പയ്യ വേറെ അതായത്. ഈ ചെറുക്കാനാണ് സൈക്കിള് അങ്ങോട്ട് പയ്യത്, പിറക്കെ പയ്യത്. എന്റെ വീട്ടിലെ പോയിരിക്കുള്ളൂ. അവളെ വീട്ടിലൊന്നും പോവില്ല. ഞാൻ പോവില്ല. അവളെ വീട്ടിൽ പോവില്ല. ചെറുക്കാ ഇഞ്ഞു വാ. ഇഞ്ഞു വാ. പിന്നെ ഞാൻ കളിക്കാം. ഇവളെ വീട്ടിലൊന്നും മഞ്ഞ് വേണ്ട. ഇവളെ ഒന്ന് കേക്കണ്ട. ഇവളെ വീട്ടിലേ ഇരിക്കണ്ട. ഇവളെ വീട്ടിലേ ഇരിക്കണ്ട. ഇരിക്കണ്ട. ആ പെണ്ണ് ഒന്ന് പറഞ്ഞാലും കേക്കില്ല. അവളെന്ന് പറഞ്ഞാല് കേക്കൂല. ഫോട്ടോ കൊടുക്ക അവളോട് പറഞ്ഞാലൊക്കെ അവള് കേക്കില്ല. ഇത്രയും ദിവസമായിട്ട് ഫോട്ടോ കൊടുക്കുവായി. ഫോട്ടോ എടുക്കാൻ ദിവസമായില്ലേ? ഇത്രയും ദിവസമായില്ലേ? പറ. ഇത്രയും ദിവസം എനിക്ക് അവള് കേക്കില്ലല്ലേ? അവിടെ എന്തെല്ലാം പറയണേ? ഇത്രയും ദിവസം എനിക്ക് കേക്കല്ല. എത്ര ദിവസമായി ഈ വീഡിയോ എടുത്തിട്ട്? അമ്മയോട് പറ എത്ര ദിവസമായി വീഡിയോ? ദിവസമായി? 1-2 ദിവസമോ? എത്ര ദിവസമായി? അവളോട് ഞാൻ എന്തായാലും പറഞ്ഞാലും അവള് കേക്കില്ല. അമ്മക്ക് ഓരോരോ ജോലികളില്ലേ? അമ്മ ഒച്ചാമ്മനെ പോലെ ചുമ്മാതെയാണ്. അമ്മക്ക് ഓരോരോ ജോലികളില്ലേ? പക്ഷെ ഞാൻ കുളിക്കട്ടെ. ഞാൻ കുളിയേ. ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ.
അവള് ഒന്ന് ഒന്ന് പറഞ്ഞാലും അവള് കേക്കയില്ല. നീ എത്ര ദിവസമായില്ലേ കൊണ്ട് ഒരു ഫോട്ടോ കൊടുത്തോട്. അവനും അപ്പൊ ചുമ്മ എന്ന് പറയില്ലേ, അവള് ഇത്ര ദിവസമായിരിക്കും അവള് കേക്കയില്ല. ഞാൻ എന്തൊരു പറഞ്ഞാലും അവള് കേക്കയില്ല, ഭാവിക്കില്ല. അവളമ്മ ഇന്ന് പയ്യ നാളെ ബലപ്പുറക്കാരനും വെള്ളിക്കാരനും കേട്ട് ഇറങ്ങി അങ്ങ് പോകും. അപ്പൊ അവര് പോയില്ലേ, അമ്മ ഇവിടെ ഇരിക്കോ? അതൊന്നും ആരും ഒന്നുമില്ല. ഇതിലാണ് അവക്ക് കുഴപ്പം. എത്ര ദിവസമായി അവളമ്മ അമ്മ 2 ദിവസം കഴിയാനടുത്ത് അങ്ങ് പോകും. അന്നേരം വലിയ ആനയായിട്ട് ഇവിടെ ഇരിക്കൂ. അങ്ങ് പോകാനടുത്ത് അവര് ഇവിടെ ഇരിക്കണം. പ്രശ്നം നീ ഇതുവരിക്കും പോവാട്ടില്ല, ഇത്ര ദിവസമായിരിക്കും. അമ്മ എനിക്ക് നേരം വേണ്ടേ അമ്മ ഫോട്ടോ എടുക്കാൻ. ഇത്രയും ദിവസമായി ഒന്നും ആയില്ല. എന്റെ അമ്മയെ കണക്ക് ഭയങ്കര തിരിക്കാരോ. എന്റെ അമ്മയ്ക്കാന്ന് വെച്ചാ നാളെ നേരം വെളുക്കുന്നേരത്ത് അവർക്ക് അങ്ങ് ഇറങ്ങി പെയ്യാതി. നിങ്ങൾക്ക് അറിയാം എല്ലാവരും നാളെ നേരം വെളുക്കുമ്പോ അവരങ്ങ് പോകുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിനക്ക് ആരുമില്ലല്ലേ, ഇനി ഒറ്റയ്ക്കല്ലേ ഉള്ളു. ഇവര് ഇത് തന്നെ. അവരും ഈ ഫോട്ടോ എടുക്കണായിട്ട് എന്തൊരു ബന്ധം? നീ ഫോട്ടോ എടുത്ത് വയ്ക്കണം. അമ്മ ഫോട്ടോ എടുക്കാൻ സമയം കിട്ടണില്ല. ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും വേണ്ടേ? കൊച്ചു കളിക്കാൻ പോവും, പിന്നെ നിങ്ങളെ മോൻ ഇവിടെ ഇല്ല, പിന്നെ എങ്ങനെ ഫോട്ടോ എടുക്കണ? ഈ പൊരി വെയിലത്ത് ആ സ്റ്റാൻഡ് എടുത്ത് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റുമോ? നീ ഫോട്ടോ എടുക്കില്ലേ, ആരും വേണ്ട, ഒന്നും വേണ്ട. നിന്റെ വീട്ടിലും വരണില്ല, നീ ഫോട്ടോ എടുക്കില്ലേ. പാതിരാത്രി ഫോട്ടോ എടുക്കാൻ പറ്റുമോ? നാളെ ഫോട്ടോ എടുത്താ പോരെ? നാളെ എടുത്താ മതി. ഇന്ന് തീരുമാനമായില്ലേ? എന്തൊരു തീരുമാനമായില്ലെന്ന് അവനോട് കേട്ട് നോക്കണം. എന്തിരുന്ന് ഫോട്ടോ എടുക്കാമോ? പിന്നെ നിങ്ങൾ കേൾക്കാത്തത്? നിങ്ങളെ മോനോട് കേട്ടാ തീരാന്നുള്ള പ്രശ്നം. അവൻ എവിടെ പെയ്യാ? വിറവെടുക്കാൻ പോയി. വേറെ എടുക്കാനൊക്കെ. പിന്നെ അവൻ്റെ വല്ല പറഞ്ഞ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അവൻ്റെ കൂടെ പറയാം. ഫോട്ടോ എടുക്കാതെ വരില്ല എന്റെ വീട്ടിൽ. ഫോട്ടോ എടുക്കാതെ വരൂലേ? അപ്പൊ ചായ ഒന്നും വേണ്ടല്ലോ. എന്റെ ചായ ഒന്നും വേണ്ട. വേണ്ടേ? ഫോട്ടോ എടുക്കാതെ വരില്ല, വരൂല. അപ്പൊ ആ ഇട്ട് വെച്ചിട്ട് ചായ ഞാൻ എടുത്ത് കുടിക്കട്ടാ? കട്ടൻ കാപ്പി ഉണ്ട്, ചായ ഉണ്ട്, അത് ഞാൻ എടുത്ത് കുടിക്കട്ടാ? കട്ടൻ കാപ്പി ഇട്ടാ? ഓ, കട്ടൻ കാപ്പിയാ? അല്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞു വേണ്ടെന്ന്. കാപ്പിയാ? അല്ല ഇപ്പൊ പറഞ്ഞു ഇനി വീട്ടിൽ വരൂല, ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. നീ കട്ടൻ കാപ്പി ഉണ്ടെങ്കിൽ താ. കട്ടൻ കാപ്പി കിട്ടില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. ഇല്ലേ കട്ടൻ കാപ്പി ഉണ്ടെങ്കിൽ തന്നാ നീ ഇല്ലെന്നാണ് പറഞ്ഞത്. കട്ടൻ കാപ്പി ഇട്ടില്ല. ഇട്ടില്ലേ? പോയി ഇട്. ഞാൻ ഇടൂല, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ഇനി വീട്ടിൽ വരൂല. ഞാൻ എന്റെ വീട്ടിലാന്ന് വരില്ല, പിന്നെ ഞാൻ ഇവിടെ ഇരിക്കാനുള്ളൂ. പിന്നെ എന്തിനാ കട്ടൻ കാപ്പി ഇടുന്ന? നിങ്ങള് വീട്ടിൽ അവൻ എപ്പം വരും? ഇപ്പം വരും. എനിക്കറിയില്ല. ഇപ്പം വരും. വിറവ് എടുക്കുമെന്നാ ഉണ്ടാന്ന് അറിയാൻ വേണ്ടി പോയത്. അപ്പൊ എടുത്തിട്ട് എപ്പോ വരും വന്നാലല്ലേ അറിയാം. ആ വിറവ് എടുത്തോണ്ട് വരും. വിറവ് എടുത്തോണ്ട് വരണമെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കാം. അല്ലാതെ വന്നിരിക്കൂലേ? അല്ലാതെ വന്നിരുന്ന അല്ലാതെ വന്നിരുന്ന എന്റെ പറയാനെങ്കിൽ നീ നാളെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാടി കൊള്ളും. എല്ലാരും പറയണ ഞാൻ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ഫോട്ടോ എടുപ്പിക്കണം എന്നാണ് പറയണത്. നിർബന്ധിച്ച് ഫോട്ടോ എടുക്കും? ഓ, എന്താ നിങ്ങളെ നിർബന്ധിച്ച് ഫോട്ടോ എടുപ്പിക്കണം എന്നാണ് പറയണത്. ആര്? ആരൊക്കെ പറയണം? പോലെ നിർബന്ധിച്ച് ഫോട്ടോ എടുപ്പിക്കണം. നിങ്ങൾ ഫോട്ടോ എടുക്കാത്ത നിങ്ങൾ നിരാഹാരം ഇരിക്കുന്നു. ആര്? ഫോട്ടോ എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഫോട്ടോ പറയണ ആരെങ്കിലും ഒക്കെ പറയും. അവന്മാര് പറയണ നീ വിശ്വസിക്കാൻ മര്യാദയ്ക്ക് വേണേ.
അവന്മാര് പറയണ എത്ര ഇഞ്ചി കാട്ടി സൂചിച്ചോണ്ടിരിക്കായി നിനക്കെന്ത് എങ്ങോട്ട് പോണം? അവന്മാരെ വരിയില്ല എങ്ങോട്ട് പോണം? ഇങ്ങോട്ട് പോ അവിടെ പോയിട്ട് എന്തിനാ പോണു? നിന്റെ വീട്ടിൽ പോയി ഇരിക്കാം. കണക്കൊക്കെ മാറിയാ? കണക്കൊക്കെ മാറി? അല്ലാതെ എവിടെ ഇരിക്കാനാ? കണക്കൊക്കെ മാറിയാ? പൊണ്ണെ വിരുമ്പോ ആ വിരുമ്പ് സൂക്ഷിച്ച് നട എല്ലാവരും. കണക്കൊക്കെ മാറിയാന്ന്. എന്റെ ചേട്ടാ മന്തി വിറവെടുത്തോണ്ട് പറ്റേ ആ ചാച്ചി കൊണ്ടേ ചിരിക്കുന്നു തോടാമെന്ന് വാ കൂട്ടുകാരോടെ വെച്ചിട്ട് വാ തരാമെന്ന് പാട്ടൊന്ന് പാട്ടാട് വന്നാ വരാതെ വാ ഗേറ്റടക്കി. കേട്ടടച്ചില്ലേ നിങ്ങളല്ല നന്ദപ്പൂ. ഈയൊക്കെ എത്ര ദിവസമായി പാട്ടോ ഇനി ഇന്റെ അമ്മ വന്നിട്ട് എത്ര ദിവസമായി അവര് വന്നനുസരിച്ച് ഫോട്ടോ കൊടുക്കും ഫോട്ടോ എടുത്തില്ല. പോടാ ഇത് ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നു. ഒരു ക്യാമറമാനെ റെഡിയാക്കാം കേട്ടാ. ഒരു ക്യാമറമാനെ റെഡിയാക്കാം. അപ്പോഴത്തേക്ക് അവരെപ്പോഴും ഫോട്ടോ ഞാൻ എടുത്താൽ മതി. ഞാൻ എടുക്കട്ടെ ഞാൻ എടുക്കട്ടെ ഫോട്ടോ എടുക്കുന്നു. എവരും കൂടെ മൂന്നുപേരും കൂടെ ഇരുന്നും കൊണ്ട് ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. ചെറുക്കാൻ നാളെ ഫോട്ടോ എടുക്കോ? നാളെ ഉറപ്പായിട്ടും സ്റ്റുഡിയോ കൊണ്ടുവന്നൊരു ഫോട്ടോ എടുക്കാം. ആ ഫോണിലെടുക്കണം. അങ്ങനെയല്ല ഫോണിൽ എടുക്കാം. ഫോണിലെടുക്കണം. ഫോണിലെടുക്കാം. സ്റ്റുഡിയോയിലാണ് ഫോട്ടോ എടുക്കുന്നത്. ഫോണിൽ ഫോട്ടോ എടുക്കൂല. ഫോണിലെടുക്കണം. ഫോണിൽ എന്തിനെടുക്കണത്? ചുടുകല്ലേ? ചുടുകല്ലിലല്ല, സ്റ്റുഡിയോ. ചുടുവോ? സ്റ്റുഡിയോ. അത് എന്റെ അമ്മ അരിയോട് ചോദിക്കണം. സെറ്റ് ചെയ്യാനാ? അവളോട് ചോദിക്കണം. സെറ്റ് ചെയ്യണം. 3 അതെന്തേലും കയ്യിരിക്കണ? അതെന്തരായിരിക്കണം കണ്ടുപിടി. എന്തരി എന്തരായിരിക്കണം കണ്ടുപിടി. ഇതെന്തരി എന്തരാണ് കണ്ടുപിടി. ഇതെന്തരി എന്തരാണെന്ന് കണ്ടുപിടി. ഇറച്ചിയായി ഇറച്ചിയാണ്. പിന്നെ രാത്രി ചിക്കനും കൂട്ടി പുട്ടടിക്കാന്ന്. ചിക്കന് ഇതെന്തിന് വന്നിട ചിക്കനാ രാത്രി കോഴിക്കറിയും കൂട്ടി പുട്ടടിക്കണം. പുട്ടടിക്കുന്നു. എന്തായിരുന്നാലും ഇതെന്തരി എന്തരാണ് നിങ്ങൾ പറയും. എന്തരാണിത്? ഇത് പച്ചോളാ. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാലോ. പച്ചോളവും മലക്കറിയും അച്ചോട് വന്നു. ഇതെന്തരി മാറിക്കട പട്ടിയെന്ന് പറ. മാറിക്കറ പട്ടിയെന്ന് പറ. പട്ടി മാറിക്കട മാറിക്കട മാറിക്കട. പഴം കിട്ടിയോണ്ട് മാറിക്കിടന്നാ നീ കൂടെ വാ. ഞാൻ കൂടെ വരുന്നത് എന്താ കുളിക്കുന്നില്ലേ? പഴം തിന്നാണ്. നാളെ ഫോട്ടോ കൊടുക്കല് ഇനിയും കൂടെ വേണ്ട. അവളെ എനിക്ക് പറഞ്ഞു വിടാം. അവള് ഇനി ഫോട്ടോ എടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിടോ? ഇനി അവര് ഫോട്ടോ എടുക്കണ്ട. പിന്നെ വ്യാപിച്ചേർന്ന ആര് ആരുമില്ല. ആ ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. ഞാൻ ഫോട്ടോ എടുക്കാൻ ഇവിടെ കയറ്റൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വ്യാപിച്ചേർന്ന അത് കയറ്റൂലെന്നും പറയും, വ്യാപിച്ചേർന്ന ആരെന്ന് പറയും. നിങ്ങൾ ആദ്യം പഴം തിന്നാ കവറഞ്ഞോട്ട് താ. പഴം കയ്യിൽ വെച്ചിട്ട് പട്ടി ഒന്ന് എടുത്തോണ്ട് പോകും. രാവിലെ രാത്രി ഇറച്ചിയൊക്കെ അറിയാനാ? രാത്രി ഇറച്ചിക്കറി. നീ പെട്ടെന്ന് പോയി ഇറച്ചി കഴി വെക്കാം. 2 രൂപ 50 പൈസ. 2 രൂപ 50. ഓ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു കിലോയ്ക്ക് 135 രൂപയാണ് ഇവിടെ വില. 1 കിലോ ഒരു കോഴി എടുക്കുമ്പോഴത്തേക്ക് 2 കിലോ തോന്നും. അപ്പൊ എത്ര രൂപയായി പറയും?
കണക്കറിയാൻ നോക്കട്ടെ. എനിക്കറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞൂടാ. പഴം അഞ്ചിലേക്ക് തിന്നിട്ട് ആലോചിക്കാം. പഴം തിന്നിട്ട് ആലോചിക്കാം തന്നെ. പറയും ഇവിടെ ഇപ്പം പുറത്ത് എല്ലായിടത്തും അത് തന്നെ റേറ്റ്. 10 രൂപയ്ക്കും 2 രൂപയ്ക്കും കിട്ടിയ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഒരു കോഴിയാറ്റി വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ കൊന്ന്, പണ്ടാണ് നമ്മളെ വീടുകളിൽ കൊന്നെടുക്കുന്നത് അല്ലേ. ഇപ്പൊ നാടൻ കോഴിയൊക്കെ ആൾക്കാർക്ക് വേണം. ഇവിടെ നിന്ന് വെച്ചത് നമ്മളെ താഴെ വീടിന്റെ പുറകുവശത്ത് ആ കിണറ്റിന് അവിടെ ആയിട്ട് പേരിക്കട ചന്തല്ലേ. ചന്തേ പോവില്ലല്ലോ, നമ്മളെ വീട്ടിന്റെ പുറകുവശത്തെ കടയുണ്ടല്ലോ. അവിടെന്നാ അവിടെയൊക്കെ വില കൂടുതൽ തന്നെ. നീ പ്യാരിക്കട ചന്തയിലൊന്നും പോവില്ല. പ്യാരിക്കട ചന്തയിലും പോവില്ല. വേറെ കൂടെ പോവില്ല. പിന്നെ എനിക്ക് ഇതെന്ത് നാളെ എപ്പം ഫോട്ടോ എടുക്കുമ്പോട്ടെ നാളെ രാവിലെ ഫോട്ടോ എടുക്കാം. നാളെ രാവിലെ നമ്മളോട് ഇവിടെ വന്ന് നീ 5 മണിക്ക് അയക്കൂ. ഓ എണീക്കാം. അപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഫോട്ടോ എടുക്കണം കേട്ടാ. ഞാൻ അവിടെ ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഞാൻ അവിടെ വരില്ല. ഇത് എത്ര പേര് കാണാൻ വേണ്ടി ഇരിക്കണമെന്ന് അറിയാൻ പോവാൻ. തന്നെ നിങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കണ? ആര് കാണാതിരിക്കണം? എല്ലാരും കാണാതിരിക്കാനേ. ആര് പറഞ്ഞ? അപ്പൊ നിന്നെ അന്യ അറിയില്ല. നിങ്ങളെ കാണാൻ ആൾക്കാർ കാത്തിരിക്കണം ആര് പറഞ്ഞ? എത്ര പേര് കാത്തിരിക്കണ എല്ലായിടത്തും. ആര് പറഞ്ഞ? എന്നാ കാണാൻ ആര് പറഞ്ഞ? ആരെയും പറയാനേ. ഏതാള് പറഞ്ഞു? ഞാൻ കേക്കാത്ത കൊള്ള ഒരാള് പറഞ്ഞ നിങ്ങളെ കാണാൻ കാത്തിരിക്കണം. കണ്ടിട്ട് എന്ത് ചെയ്യാൻ? കണ്ടിട്ട് ഞാൻ പറയും തുണി എടുത്തോണ്ട് വരാൻ പറയും. പാവാടയും കൊണ്ടുതരാം. അതുകൊണ്ട് തന്നെ ആരും മൈൻഡ് ചെയ്യാത്ത. ആരും വന്നാലും അവരിൽ ഉടനെ പാവാട നൈറ്റി വേണമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഒറ്റ മനുഷ്യരിപ്പം മൈൻഡ് ചെയ്യാത്ത. പോണേ. പോണേ അമ്മ. ഈ പാവാട നൈറ്റി ഒന്നും അല്ലമ്മ, അങ്ങനെയൊന്നും പറയില്ല. അതൊക്കെ മോശമാണ്. അങ്ങനെയൊന്നും പറയില്ല. അതെന്തോന്നമ്മ, നിങ്ങൾ തുണി ഇല്ലാതെ കിടക്കണം. നിങ്ങൾ അലമാരിക്കകത്ത് എത്ര തുണി ഇരിക്കുന്നു. വിഷുവിന് തന്ന തുണി ഒന്നും നിങ്ങൾ എടുത്ത് തൊട്ടില്ല. അത് മുഴുവനാക്കിയിരിക്കണം. ഇനി നിങ്ങൾക്ക് എന്തോന്നു പാവാട നൈറ്റി? പാവാട മോശമല്ലേ ഇങ്ങനെ കാണുന്നവരെയൊക്കെ ചോദിക്കണത്? ആ അലമാര മുഴുവൻ തുണികള്. എന്നാ അതൊന്നും ഇടോ. ഇതും ഒരു പച്ച ഒരു മഞ്ഞ മാറി ഇടും. എന്നിട്ട് തുണിയില്ലാന്ന്. ഇനി ആരെങ്കിലും തുണിയുടെ കാര്യം പറഞ്ഞാൽ നോക്കിക്കണ്ട സ്വഭാവം മാറുന്നത്. ഞാൻ ഫോട്ടോ എടുക്കൂലല്ലോ എങ്കിൽ നാളെ ഞാൻ ഫോട്ടോ എടുക്കണില്ല. ഈ ഫോട്ടോ എടുത്തില്ലെങ്കിൽ എന്റെ വീട്ടിൽ പോകും. എന്റെ വീട്ടിൽ പോയി. പോണ്ട ആരെങ്കിലും പറഞ്ഞാ പോ. വീട്ടിൽ പോയിരിക്കും. പിന്നെ പോ. ഞാൻ പോണം. പിണങ്ങി പോണ? ഞാൻ പോണം. പോണ്ട. ഇനിയിപ്പൊ ഇവിടെ ഇരിക്കും. പിണങ്ങണ്ട. ആവശ്യമില്ലാത്ത ആരെങ്കിലും ചോദിക്കല്ലെന്നേ പറഞ്ഞോളൂ. അല്ലാണ്ട് പിണങ്ങിപ്പോ ഇവിടെ ആരും പറഞ്ഞില്ല. പോ. പിണങ്ങി പോണം. പിണങ്ങി പോണം. തിരിച്ചു കൊണ്ടുപോയി കൊച്ചിനെ. പോയി. നാളെ ഫോട്ടോ എടുക്കല്ലേ പെണ്ണേ? നാളെ ഫോട്ടോ എടുക്കാം. എവിടെയെങ്കിലും ആസ്ഥാനം ഉറപ്പിക്കും. നീ ഇറക്കി. ശരി, ഞാൻ വെക്കാം. അവരോടെ മോൻ്റെ പറ നാളെ ഫോട്ടോ എടുക്കാൻ. മോന്റെ പറ. മോനെ നാളെ ഫോട്ടോ എടുക്കണം. നിങ്ങൾ മോനെ വിളിച്ച് ശരിയാവാത്തുണ്ടോ? നന്നായിട്ട് മക്കളെ എന്നൊക്കെ വിളി. മക്കളെ ഫോട്ടോ എടുക്കണം. മോനെ, മക്കളെ, പൊന്നെ ഫോട്ടോ എടുക്കണമെന്ന് പറ. മക്കളെ പൊന്നെ മനെ മകളെ ഫോട്ടോ എടുക്കണം. പൊന്നെ ശരി ഇരിക്കെ. മക്കളെ, മോനെ ഭാര്യ എല്ലാം കൂടെ വേറെ ഒരു മാഷായി. ഇപ്പൊ കഥ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അമ്മയ്ക്കിപ്പം നമ്മുടെ വീഡിയോയിലൊരു ഭാഗമാവാതെ പറ്റാണ്ടായി. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം വീഡിയോ എടുക്കണം, അതായത് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അമ്മയാണ്. അപ്പൊ ഞാൻ കുറച്ച് ദിവസം കൂടി ഇച്ചിരി തിരക്കിലായിപ്പോയി. വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇച്ചിരി തിരക്കിലാണ്. എനിക്ക് എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല ഫോട്ടോ. അപ്പൊ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ UK ഫാമിലി വന്ന വീഡിയോ മാത്രമാണ് കുറച്ച് 3-4 വട്ടമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല.
അതിന്റെ പ്രതിഷേധമാണ് കേൾക്കണത്. എനിവേ അപ്പൊ നാളെ വീഡിയോ എടുക്കും. നാളെ വീഡിയോ എടുത്തില്ലെങ്കിൽ ഷോബൂസ് കലിപ്പാവും. ഷോബൂസിന് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എല്ലാരും കണ്ടു 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 എന്ന് കേട്ട് കേട്ട് ഷോബൂസിന് മനസ്സിലായി ഇപ്പൊ ഫോട്ടോ എടുത്താലേ എന്നെ 4 ആള് കാണുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പം അതിനോടാണ് ക്രേസ്. വരൂല, ഫോട്ടോ എടുക്കാതെ വരൂല എന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെ സംയമനം കാണിപ്പിച്ചത് തേയിലയിലാണ്. തേയില ഉണ്ടെന്ന് പറഞ്ഞാൽ ശോഭന പെട്ടെന്ന് ഒതുക്കാം. തേയില വേണോന്നേ? തേയില വേണോ? വേണോ? ഫോട്ടോ എടുക്കാത്തോണ്ട് വേണ്ടാന്ന് പറഞ്ഞേ നിങ്ങള്. അയ്യോ താഴെപ്പോയി, അയ്യോ താഴെപ്പോയി. എന്നാ തുടക്കിട്ടതാ പിടിച്ചാണ്. എന്താണ് ഷീമാട്ടി? പറ ഹലോ ഗൈസ്. അത് തേയില ചെറിഞ്ഞത്. ഹലോ ഗൈസ് പറ, ഉറക്ക പറ. ഹലോ ഗൈസ്, അപ്പൊ ചേട്ടൻ അവിടെ ടിവി കണ്ടോണ്ടിരിക്കുവാണ്. അപ്പോൾ ടിവി കണ്ടോണ്ടിരിക്കുവാണ്. എനിക്ക് തേയില തണുത്തില്ല, തണുത്തിട്ട് മക്ക കൂടെ തരാം. എന്തൊരു കഷ്ടോ അത്. അമ്മ മാത്രം അമ്മയ്ക്ക് തന്നെ എന്ത് ചെയ്യും? അതുവരെയൊക്കെ എത്തിയ കാര്യങ്ങള്. ഈ ചൂടോടെ തരട്ടാ, കുടിക്കോ? കുടിക്കോ അമ്മ? പതുക്കെ കുടിക്കമ്മ, പതുക്കെ കുടിക്കേ. ഇന്ന് രാത്രി ഞാൻ കരുതി ചിക്കനും വെച്ച് ഇടിയപ്പം വെക്കാൻ കരുതി. ഇടിയപ്പത്തിന് മാവ് കുഴച്ചു വെച്ചേക്കുന്നതാണേ. ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴക്കണേ. ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് കുറച്ചേരം ഫാന്റെ മൂട്ടി വെക്കും. ഫാന്റെ മൂട്ടിലൊന്നും വെക്കും. പിണങ്ങി പോയാ? അപ്പൊ കാര്യങ്ങൾ അറിയാം. എന്റെ വീട്ടിൽ ചെന്നിരുന്നാ വല്ലതും ഉണ്ടാന്നാണ് ചോദിക്കണ. അമ്മ ഫോട്ടോ എടുക്കാത്തേനെന്ന്. എന്റെ അമ്മച്ചിയെ രണ്ടിനും ചെവിയും കേട്ടൂടാ, ഒന്നും കേട്ടൂടാ. നാളെ 8 മണിക്ക് എടുക്കാന്ന്. 2 ദിവസം കൊണ്ട് ഞാന് വീഡിയോ ഒന്നും എടുക്കാൻ കൂട്ടണില്ല. അപ്പൊ അമ്മ വിചാരിക്കുന്നത് ഞാൻ ഇപ്പൊ അവരെ കൂട്ടാതെ ഫോട്ടോ എടുക്കണം. മനസ്സിലായാ? അതാണ് പ്രശ്നം. ഞാനേ വെളിയില് ഉരുളി ചൂടാക്കാൻ വെച്ചേക്കണം. ഞാൻ അവിടെ പോയി കടുവറുത്തിട്ട് വെളിയിൽ വെച്ച് കറി വെക്കാം. തേയില നിങ്ങൾ ഓരോന്നിരുന്ന് ചോദിക്കല്ലേ. അവർക്ക് ദേഷ്യം വരും. അവർ വല്ലതും വിളിച്ചവര് പറയും. സ്വഭാവം അറിയാല്ല. ഞാൻ കടുവറക്കാൻ പോണു. എന്തരേ? ആര് ഫോട്ടോ എടുക്കണ? എപ്പ എടുക്കണ? എടുക്കണില്ലല്ലോ. ഫോട്ടോ എടുക്കണില്ലല്ലോ. അമ്മ ഈ ഫോൺ എടുത്ത് ഇങ്ങനെ വെച്ചാ ഉടനെ അത് ഫോട്ടോ ആവോ? ഫോൺ എടുത്ത് കയ്യിൽ വെച്ചാ ഉടനെ ഫോട്ടോ ആവോ? ഞാൻ ഇല്ല, ഞാൻ നിക്കണ എന്തിന്? എനിക്ക് ഫോട്ടോ എന്നാ വേണ്ടേ? എനിക്ക് ഫോട്ടോ ഒന്നും വേണ്ട. എനിക്ക് ഫോട്ടോയും വേണ്ട, ഒന്നും വേണ്ടേ ശോഭനെ. ഫോട്ടോ എടുക്കണ തന്നെ? നീ ഉണ്ടെങ്കിലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. നീ എന്തൊരു ഫോട്ടോ എടുക്കണ? എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? നിങ്ങക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂലേ? ഒരു ഫോൺ എടുക്കാൻ പറ്റൂല. ഒരു ഫോൺ നീ ഉണ്ടെങ്കിലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഒരു ഫോൺ വാങ്ങിച്ചു തരട്ടാ ഫോട്ടോ എടുക്കാൻ. നീ ഉണ്ടെങ്കിലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഒന്നും നടക്കൂലേ?
എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നിലേക്ക് കേറാക്കൂലേ? നാളെ വേണോ? അല്ലാതെ എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ നമ്മുടെ ചിക്കനെ വേണ്ട ഫ്രൈക്ക് കണക്കാക്കിയൊക്കെ കാലും കൊണ്ടുവന്നു. പക്ഷെ ഞാൻ ഫ്രൈ ചെയ്യണില്ല. കാര്യം ഫ്രൈ ചെയ്താ എനിക്ക് കറി നാളെ രാവിലെയും കൂടി എടുക്കണം. ചിക്കൻ കറി സാധാരണ അങ്ങനെ എടുക്കൂല, പക്ഷെ ഇന്ന് എടുക്കണം. കാരണം നാളെ എനിക്ക് രാവിലെ എടുത്ത് പോകേണ്ട ആവശ്യമുണ്ടേ. രാവിലെ കറി ഇനി സെപ്പറേറ്റ് വെക്കണം. എന്നൊക്കെ ഇതാകുമ്പം ഇന്ന് എടുത്തിട്ട് ബാക്കി നാളത്തേക്ക് എടുക്കായിരുന്നു. പിന്നെ ഇവിടെ ഒന്നും മിച്ചം വരൂല. ഓ ഇവിടെ വെട്ടം കുറവല്ലേ? വെട്ടം കുഴപ്പമില്ല, കറി ഇളക്കാനുള്ള വെട്ടമുണ്ട്. വെട്ടം കുറവല്ലേ? അത് അതിനകത്ത് പോയറ പിടിച്ചു തന്നെ. ആ ട്യൂബ് വെട്ടം കുറവായിരുന്നു. ഓ ആ വെട്ട അത് പോയറാ അതിൽ പിടിച്ചതാണ്. നിന്റെ വീട്ടിൽ ട്യൂബ് എടുത്ത് ഇവിടെ ഇട്ടിട്ട് ഈ ലൈറ്റ് എടുത്ത് അവിടെ കൊണ്ടിട്ട് അങ്ങനെ തരോ അമ്മ? തരോ? അവിടെ നീ കിടക്കണം, ആത്ത് വേണം. അതൊക്കെ തരും. അതൊക്കെ പണ്ടത്തെ ശോഭനയാണ്. എനിക്കൊക്കൂലാണ്. എപ്പോഴത്തെ ശോഭന തരും അല്ലേന്നേ? അതൊക്കെ തരും. ഇപ്പൊ എല്ലാം തരുകയൊക്കെ ചെയ്യും അല്ലേന്നേ? തേങ്ങ എടുത്ത് അത് ഇന്ന് വീണതല്ലേ? തന്നെ അത് ഏത് തെങ്ങീന്ന് വീണേ അമ്മ? തന്നെ അടുത്തോണ്ട് പോകും. വരിക്കറ്റക്കാലം ഇവിടെ കൂട്ടാൻ വയ്ക്കാൻ വേണോ? പൈസ കൊടുത്ത് വെച്ചിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട, അവിടെ വയ്ക്കാൻ വേണം. അതൊന്നും പറ്റൂല. എന്റെ ഒക്കെ കൊണ്ടുപോകും. ഇവിടെ തോട്ട വിളിച്ച അവൻ അടക്കും. തോട്ട വിളിച്ച കൂട്ടാൻ പറ്റും. അമ്മ 2 ചക്ക അവർക്ക് കൊടുക്കൂലേ നിങ്ങള്? കൊടുക്കോ? അപ്പൊ 2 ചക്ക കൊടുക്കുമല്ല. നിങ്ങൾക്ക് ചക്ക കിട്ടൂന്ന് പറഞ്ഞല്ല, ഇനി സമാധാനമായില്ല. ചക്കയൊക്കെ പരിധിക്ക് വിളഞ്ഞതേ ഉള്ളൂ. കരുത് രണ്ടും എനിക്ക് വേണോ? കിട്ടൂന്നായില്ല ചക്ക. നമുക്ക് അടക്കാം. എന്തെന്നെ കേട്ടില്ല. കാക്ക വിളിയാക്ക് മരിക്കൂ. അമ്മ കാക്ക എപ്പോഴും വിളിക്കുന്ന. കാക്ക ഇപ്പൊ ഉറങ്ങണില്ല. ഇപ്പൊ കാക്കേ ഉറങ്ങണില്ല. കാക്ക 24 മണിക്കൂറും വിളിക്കുക. ഇപ്പൊ രാവിലെ നമ്മൾ ഒരു 2 മണിക്ക് ഉറക്കണിച്ചാൽ നമ്മൾ വിചാരിക്കണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിക്കണം. ആ ഫീലാണ് ഇപ്പം. കാക്ക ഉറങ്ങണില്ല. ഈ അവസ്ഥയില് ഇങ്ങനെ ആക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ആവൂല. എന്നിട്ട് ഞാൻ കറി വെക്കോളൂ. എല്ലാരും ഇങ്ങനെ ആയിരിക്കും. അത് ഞാൻ പറയുന്നത് പറയാനല്ല. എന്തിന്? ഓ ശരി, വന്നാ മതി. അവനെ വിളിച്ചോണ്ട് അവനെ പഠിക്കാം. ഓ ശരിയേ. അവനെ ഓ ഇവിടെ ഈ ശരിയേ. ആരെയും പിടിക്കൂല. ഫോട്ടോ എടുക്കാതെ പറ്റാതായ അമ്മ. അതോട്ട് വെക്കൂടെ? ആ ഗ്യാസ് ലാഭിക്കാനമ്മ. അമ്മ അത് തന്നെ. നമ്മളെ ഈ എല്ലാം ഗ്യാസിലിട്ട് വെച്ച ഗ്യാസ് തീർന്നു. വെളിയിൽ കൊണ്ടുപോകുമ്പോ ആ അടുപ്പത്ത് അങ്ങ് കത്തി അങ്ങ് തീരും. മറ്റേത് ഗ്യാസ് തീർന്നു പോകൂലേ? അതാണ് കാര്യം. മനസ്സിലായാ?
ഓ ഗ്യാസ് തീരും, ഗ്യാസ് പെട്ടെന്ന് തീരും. ഇതാകുമ്പോഴേ ഗ്യാസ് തീരൂല. പോലെ വിറവെടുക്കല്ലടി മഴയ്ക്കും അത് തന്നെ അത് നില്ല. നാളെ ഇന്നാണെങ്കിൽ വിറവെടുക്കാൻ പോയിട്ട് വിറവ് കിട്ടിയില്ല. വിറവിപ്പോ വെറിയായോണ്ട് മരങ്ങളൊന്നും ഞങ്ങള് വാങ്ങിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം പോലെ കിടക്കയില്ലേ, ഇത് ഒരാളിനെ നിർത്തി അത് തീർച്ച് വാരി അടിച്ചു വെച്ചത്. ഓ അത് തന്നെ. പിന്നെ മുഴുവൻ വിറവേ ഉള്ളൂ. അത് തന്നെ. അയാൾ കൊണ്ടുവരും. അയാൾ കൊണ്ടുവരും. ആരമ്മ? ആട്ടുകാരൻ. ഓ ആട്ടക്കാരൻ കൊണ്ടുവരും. ആട്ടക്കാരൻ നമ്മൾ അവിടെ പോയേ പൈസ അടച്ച് വിറക് എടുത്തോണ്ട് വരുമ്പോ ആട്ടക്കാരൻ കൊണ്ടുവരും കേട്ടാ. ആട്ടക്കാരൻ കൊണ്ടുവരും. പണ്ടത്തെ പോലെ ഒരു 2 രൂപയ്ക്കും 3 രൂപയ്ക്കും കാര്യമില്ല. ഇപ്പൊ എന്തെടുത്തിട്ടാണ് കൂലി വേണം. എന്നെ വെട്ടി കീറിയാൽ 3-4 മാസം വെട്ടിക്കീറി ഉണ്ട്. ഞാനാണ് വെട്ടിക്കീറിക്കൊണ്ടിരുന്നത്. നെയ് ആദ്യം ഇവിടെ വിറവ് വെട്ടിക്കീറിക്കൊണ്ടിരുന്ന ആര്? നീയല്ലേ പെണ്ണേ? ഓ ഞാൻ തന്നെ വെട്ടിക്കീറിക്കൊണ്ടിരുന്ന. ഇപ്പൊ എനിക്ക് നടുവയ്യമ്മ. നടുവയ്യാത്തോണ്ടാണ് ഞാൻ വെട്ടിക്കീറാത്ത. ഞാൻ വയ്യാതെ കിടന്ന ആരുണ്ട്? ആരെങ്കിലും നിർത്തിയാതി. ആരെങ്കിലും നിർത്തിയാതി. ഓ ഇനിയിപ്പൊ ആരെങ്കിലും നിർത്തിയാലേ പറ്റുള്ളൂ. ആരെങ്കിലും ആരെങ്കിലും കീറാനോ ആള് കിട്ടൂല. ഇപ്പം പണ്ടത്തെ പോലെ കീറാനൊന്നും ആളില്ല. കൂലികൾ അങ്ങനെയാണോ? ഓ അത് തന്നെ. പറഞ്ഞ് ഇത്രയും വിറവിട്ട് നഷ്ടപ്പെടുത്തുന്നത് തന്നെ ഇത്തിരി വെട്ടി കീറി വാരി അടിച്ചു വെച്ചാൽ കത്തിക്കാറുണ്ട്. തൊണ്ടുണ്ട്, ചിരട്ടയുണ്ട്. എല്ലാം കൂടെ ആകുമ്പോ 3-4 മാസം ആകുമ്പോ പോവും. കൂടെ പിന്നിട്ടെ എന്നെ പോലെ കിടന്ന് ചുറ്റി ഓടണ്ടല്ലോ വിറവില്. ഞാൻ 2 പ്രാവശ്യമായിട്ട് 800 രൂപയ്ക്ക് വാങ്ങിച്ചു. 2 പ്രാവശ്യമായിട്ട് അത് വാങ്ങിച്ചതൊക്കെ കൊണ്ട് കയറാൻ എന്നെ കൊണ്ട് പറ്റുമോ? അവൻ സലീമാവന്റെ എന്നെക്കാളും ഒപ്പറായിട്ട് ഓടക്കണം. അല്ലെങ്കിലും വാരി കൊണ്ടുവന്ന് ആ മതില് ചേർത്ത് വെച്ച് ലളിതയും പപ്പിനിയും കൂടെ വാരി ലളിതയുടെ അടുക്കളയിലൂടെ കൊണ്ടുവച്ച് അവിടുന്ന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് എന്നെ വാരി അവിടെ വയ്ക്കാൻ. അവരവരുടെ വീട്ടിലെ കാര്യം പറയണേ അമ്മ. അവരെ വീട്ടിൽ ഓ അന്ന് നമ്മൾ അവരെ വീട്ടിൽ പോയില്ലേ, അവിടുത്തെ കാര്യം പറയണം. അവിടത്തെ കാര്യം. ഓ അവിടെ അണ്ണൻ വലിയേ ഉള്ളൂ. അണ്ണനല്ലമ്മ, ചെറുക്കൻ. ഓ ചെറുക്കൻ ചെറുക്കൻ. ഇവരെ മോനല്ലേ? ഓ മോയ് ആ ചെറുക്കനും. ചെറുക്കനും വലിയേ ഉള്ളൂ. ഓ അമ്മ പിന്നെ ഓ പിന്നെന്തെന്ന് പറഞ്ഞാ അത് തന്നെ പ്രശ്നം. നമ്മളെ കാര്യം പറയാമ്മ. മിണ്ടായിരിക്കും അമ്മ, മിണ്ടായിരിക്കും. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ പോവല്ലേ. അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഇവിടെ ആയിക്കോട്ടെ. സ്മൂത്ത് ഇടിയപ്പം ഇവിടെ ആയിക്കൊണ്ടിരിക്കണേ. ചിക്കൻ കറി വെളിയിലായിക്കൊണ്ടിരിക്കുന്നു. നല്ല നൂലുപോലിരിക്കുന്ന തിന്നാൻ നല്ല ടേസ്റ്റാ. ചൂടുള്ളത്തിൽ കുഴച്ചാൽ എങ്ങനെ കേട്ടോ. ഇപ്പൊ ആരെങ്കിലും ചോദിക്കുന്നത് എങ്ങനെ ഉമ്മ നൂല് പോലെ സോഫ്റ്റ് ആയിട്ട് ഇറങ്ങുന്നത്. ഒരു നുള്ള നെയ്യോ എണ്ണയും ചേർത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ചൂട് വെള്ളത്തിൽ കുഴച്ചെടുത്ത് അത് ഇത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും. ഇനി ആർക്കും ടിപ്പ് പറഞ്ഞില്ല എന്നുണ്ട. ഇനി ആരും എന്തിൻ്റെ ടിപ്പ് ചോദിച്ചേക്കുന്ന ഏട്ടാ. രശ്മി ചേച്ചി വന്നതിൻ്റെ അന്നത്തെ എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ അത് കമൻറ്റ് കണ്ടു, ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരാമേ. നേരത്തെ തേങ്ങ ഇടുന്ന കാണാൻ പറ്റിയില്ല കേട്ടോ. തേങ്ങ ഇട്ടപ്പോൾ നേരത്തെ ഒരു കോള് വന്നു. പിന്നെ ഇത്രയും നേരം നീതു ചേച്ചി അങ്ങനെ അതിലായിപ്പോയി. ഓ തേങ്ങ എടുത്ത് പൊതിയാം. വേണ്ട, ഓരോരുത്തർക്കും ഓരോ കൂട്ടമാണ്. ഇത് ചോറുകാരിക്ക് ചോറ് തന്നെ വേണേ രാത്രി. അതിൽ മസ്റ്റാണ്. ഇത് അമ്മയ്ക്ക് ചപ്പാത്തി, ഇത് കെട്ടിയോന് ഇടിയപ്പം. നമുക്ക് പിന്നെ എന്താണെങ്കിലും പോകും. ഇനി ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പങ്ക് കൊടുക്കാവേ. ചോറുകാരി
എന്നാ വാരി തിന്നണേ. തന്നില്ലേ? ആ അപ്പൊ ഇനി കുഞ്ഞുങ്ങൾക്കേ അപ്പം കെട്ടിയവന് ഇനി കെട്ടിയവന് കൊടുക്കണം. കെട്ടിയവനാണ് ക്യാമറ, അപ്പൊ എനിക്ക് കൊടുത്താലേ തിന്നാൻ പറ്റുള്ളൂ. അപ്പോ ഇന്നത്തോടു കൂടി വീഡിയോ വേണ്ട. ടാറ്റാ.